വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്ന പലരുടെയും ഒരു മുഖംമൂടി അഴിഞ്ഞ് വീഴുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിമാനത്താവള പരിസരം സാക്ഷ്യം വഹിച്ചത്. വിമാനത്താവളം പോലെയുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങളിൽ ഒരു പ്രതിഷേധ പരിപാടി നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ പോലീസ് ശക്തമായി പ്രതികരിക്കും എന്ന് അറിയാത്തവരല്ല അവിടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് എന്നതും വ്യക്തം. മാത്രമല്ല, ആ ഒരു പ്രതിഷേധം അടിച്ചമർത്തി കഴിഞ്ഞാൽ അതിലൂടെ ഒരു ഇരവാദമൊക്കെ മുഴക്കി തങ്ങളുടെ ഒരു അജണ്ട നടപ്പാക്കാനും ഇക്കൂട്ടർ ശ്രമിച്ചു എന്നതും വളരെ വ്യക്തമാണ്. ഇന്ത്യയിലെ മുസ്ലിമുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മതവിഭാഗക്കാർക്കും വളരെ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറാൻ സാധ്യതയുള്ള ഈ വഖഫ് ഭേദഗതി ബില്ല് അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ എന്തുകൊണ്ട് ചില ഭീകരരുടെ, ഇസ്ലാമിക ഭീകരരുടെ, ആഗോളതലത്തിൽ പല ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കും നേതൃത്വം കൊടുത്ത പല ഭീകരരുടെയും ചിത്രങ്ങൾ അവിടെ ഉയർത്തപ്പെട്ടു? കാരണം യഹിയ സിൻവാറിന്റെ ഉൾപ്പെടെ ഹമാസിന്റെ സ്ഥാപക നേതാവായ അഹമ്മദ് യാസിൻ ഉൾപ്പെടെ ഉള്ളവരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഇന്നലെ കോഴിക്കോടിന്റെ മണ്ണിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം നടന്നത്. ഈ ഭീകരരുടെ ചിത്രം ഉയർത്തുന്നതിലൂടെ ഇവർ സമൂഹത്തിന് നൽകാൻ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഒരുപക്ഷെ ഈ ഭീകരർ എങ്ങനെ പ്രവർത്തിച്ചുവോ അല്ലെങ്കിൽ എങ്ങനെ അവരുടെ തീവ്രവാദ സംഘടനകളെ നയിച്ചുവോ അതേ ശൈലിയിൽ തന്നെയാണോ ഇവിടെ പ്രതിഷേധ പരിപാടികൾ അല്ലെങ്കിൽ ഭാവിയിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് എന്നൊരു സംശയം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു മതേതര വിശ്വാസിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ. ഈ വഖഫ് ഭേദഗതി ബില്ല് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ള മതേതര മൂല്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു മതനിയമവും വരാതിരിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ അക്ഷരാർത്ഥത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ഈ വഖഫ് ഭേദഗതി ബില്ല്. 2025 പാർലമെന്റിൽ പാസ്സാക്കിയ വഖഫ് ഭേദഗതി ബില്ല്. ഈ നിലവിലെ അതിനു മുമ്പത്തെ ആ വഖഫ് നിയമത്തിൻ്റെ അപാകതകൾ, അതിൻ്റെ പോരായ്മകൾ, അത് ഒരു മതേതര രാജ്യത്ത് എത്രത്തോളം ഒരു ദോഷം സൃഷ്ടിക്കും എന്നത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. മുനമ്പത്തിലെ പാവപ്പെട്ട ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ അതിന് ദൃഷ്ടാന്തം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ഇന്ന് ഈ ഒരു നിലപാട് ചർച്ച ചെയ്യുന്ന തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസം ഈ വഖഫ് ഭേദഗതി ബില്ലിന് എതിരെ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശീർവാദത്തോടു കൂടി സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്, ഒപ്പം തന്നെ അവരുടെ വിദ്യാർത്ഥി സംഘടന, അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ കോഴിക്കോട് എയർപോർട്ട്, നമുക്ക് എയർപോർട്ടൊക്കെ എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമാണ്, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാപനങ്ങൾ തന്നെയാണ്. ആ എയർപോർട്ട് റോഡ് ഉപരോധിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രതിഷേധ സമരങ്ങളിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന ചില കാഴ്ചകൾ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വീണ്ടും ഈ വഖഫ് ഭേദഗതി ബില്ല്, അതിനെ തുടർന്ന് രാജ്യത്താകമാനം, പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങൾ, ചില പാർട്ടികൾ ഈ ചരിത്ര പ്രാധാന്യമേറിയ രാജ്യത്തിൻ്റെ നന്മയ്ക്കുതകുന്ന ഈ നിയമത്തിനെതിരെ ചില പാർട്ടികൾ പോലും, കോൺഗ്രസും CPI ഉൾപ്പെടെ പാർട്ടികൾ പോലും സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഇതിലേക്ക് ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ നിലപാട് ചർച്ച ചെയ്യുന്നത്. ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോഴിക്കോട് നടന്ന ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ നടന്ന വഖഫ് ഭേദഗതിക്ക് എതിരെ എന്ന പേരിൽ അവർ നടത്തിയ ആ പ്രതിഷേധ സമരത്തെക്കുറിച്ചാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധ പരിപാടി ഏകദേശം ഒരു 2.5 മണിക്കൂറോളം എനിക്ക് തോന്നുന്നു അവരുടെ യൂട്യൂബ് പേജിൽ അവർ ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആശങ്ക ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കതിൽ നിന്നും വ്യക്തമാണ്. അതായത് ആഗോള ഭീകരതയുടെ അപ്പസ്തോലന്മാരായി ഒക്കെ കാണുന്ന ഇസ്ലാമിക ഭീകരരെ ഒരു മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവർക്കൊരു വീരോചിതമായിട്ടുള്ള ഒരു പരിവേഷം കൊടുക്കുന്ന രീതിയിലുള്ള ചില സമീപനങ്ങൾ ആ പ്രതിഷേധ പരിപാടിയിൽ നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ട്രോളർമാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വാചകമുണ്ട്, ഈ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്നൊക്കെ ഒരു വാചകം യൂസ് ചെയ്യാറുണ്ട്. അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ ഹമാസ് ഭീകര നേതാവ്, വടിയെറിഞ്ഞ് വടിയായി മാറിയ ഹമാസ് ഭീകര നേതാവ് യഹിയ സിൻവാർ, ഹമാസിൻ്റെ സ്ഥാപകൻ യാസിൻ അഹമ്മദ്, ഒപ്പം തന്നെ ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഇമാം ഹസ്നുൽ ബന്ന, ഒപ്പം തന്നെ സയ്യിദ് ഇബ്രാഹിം ഹുസൈൻ ഷാദിലി ഖുദൂബ് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരർക്ക് കോഴിക്കോട് എന്ത് കാര്യം എന്ന ചോദ്യം
ചോദ്യം അവിടെ പ്രസക്തമാണ്. അവർ നടത്തിയത് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ നടത്തിയ ഒരു സമരത്തിൽ ഈ ആഗോള ഭീകരതയുടെ വലിയ നേതാക്കന്മാരായിട്ടൊക്കെ കാണുന്ന അല്ലെങ്കിൽ അക്കൂട്ടർ വാഴ്ത്തുന്ന നേതാക്കളുടെ പിക്ചറുകൾ അല്ലെങ്കിൽ പ്ലക്കാർഡുകൾ എന്തുകൊണ്ട് ഉയർത്തപ്പെട്ടു എന്നത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വളരെ വ്യക്തമാണ് ചിലരുടെ ഒരു അജണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ മറവിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ട നടപ്പാക്കുക എന്ന വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗൂഢോദ്ദേശം അതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്ക് നല്ല രീതിയിൽ അവർ യൂസ് ചെയ്യുന്ന ടൂളുകളാണ് ഈ മുസ്ലിം ബ്രദർഹുഡ്, ഒപ്പം തന്നെ ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന. കാരണം ഹമാസ് എന്ന ഭീകര സംഘടനയെ വാഴ്ത്തിപ്പാടുവാൻ പല രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ മത്സരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. നമ്മൾ ഈ യഹിയ സിൻവാർ അല്ലെങ്കിൽ ഹമാസിന്റെ സ്ഥാപക നേതാവ് അഹമ്മദ് യാസിൻ, അവരുടെയൊക്കെ ഒരു പൂർവ്വകാല ചരിത്രം, അവരുടെയൊക്കെ ഒരു അജണ്ട നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ഹമാസിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു അജണ്ട എന്താണ് നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ലക്ഷ്യം ഗാസയിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, ലോകം മുഴുവൻ കാഫറുകളെ ഇല്ലാതാക്കി ശരീഅത്തിന്റെ നിയമത്തിന്റെ കീഴിൽ ഒരു ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഈ ഹമാസ് ഭീകര നേതാക്കളുടെ ലക്ഷ്യം. ഈ ഹമാസ് നേതാക്കന്മാർ തന്നെയാണ് പാക് അധീന കാശ്മീരിൽ അവിടെ ലഷ്കർ ഇ തോയ്ബ പോലുള്ള സംഘടനകളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ആ സംഘടനകളുടെ നേതാക്കന്മാരുടെ പിക്ചർ ഉയർത്തിപ്പിടിച്ചാണ് വഖഫ് ഭേദഗതിക്കെതിരെ ഇവർ നടത്തുന്ന പ്രതിഷേധ പരിപാടി. അതിൽ നിന്ന് തന്നെ ഇവരുടെ ലക്ഷ്യത്തിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഞാൻ രണ്ടുപേരെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ പറയുന്ന ഇമാം ഹസ്നുൽ ബന്ന എന്ന് പറയുന്ന വ്യക്തി, സയ്യിദ് ഇബ്രാഹിം ഹുസൈൻ ഷാദിലി ഖുദൂബ് എന്ന് പറയുന്ന വ്യക്തി, ഈ രണ്ട് വ്യക്തികളും ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തെമ്പാടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഒരു തലതൊട്ടപ്പനായിട്ടുള്ള സംഘടന എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടനകളുടെ ഒരു സ്ഥാപക നേതാവാണ് ഈ ഇമാം ഹസ്നുൽ ബന്ന എന്ന് പറയുന്ന വ്യക്തി. ഈ പറയുന്ന വ്യക്തിയുടെ ഒരു ആശയം എന്ന് പറയുന്ന, ആ വ്യക്തിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാളിലൂടെ ഒരു ജിഹാദ് സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഈ ബന്ന എന്ന് പറയുന്ന വ്യക്തി. ഇനി രണ്ടാമത്തെ ഒരു വ്യക്തി, ഈ സയ്യിദ് ഇബ്രാഹിം ഹുസൈൻ, ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സമരത്തിൽ അവർ പ്ലക്കാർഡായിട്ട് ഉയർത്തിപ്പിടിച്ച സയ്യിദ് ഇബ്രാഹിം ഹുസൈൻ ഷാദിലി ഖുദൂബ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പല ഇസ്ലാമിക ഭീകര സംഘടനകൾ, അത് ഒസാമ ബിൻ ലാദന്റെ അൽ ഖ്വയ്ദ ആയിക്കോട്ടെ, ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോക്കോ ഹറാം പോലുള്ള സംഘടനകളായിക്കോട്ടെ, അവർക്ക് ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു ആണിക്കല്ല് ഈ പറയുന്ന വ്യക്തികളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രചരണങ്ങൾ, അവരുടെ രചനകൾ കൃത്യമായിട്ടും നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഖുദൂബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആശയങ്ങളിലാണ് ഒസാമ ബിൻ ലാദനും ഒപ്പം തന്നെ ഈ റഹൂള ഖൊമേനി പോലുള്ള തീവ്രവാദികളൊക്കെ ആകൃഷ്ടരായിട്ടുള്ളത്. ഒപ്പം ഈ അൽ ഖ്വയ്ദ, താലിബാൻ, ബോക്കോ ഹറാം, അൽ ഷബാബ്, അബു സയാഫ് തുടങ്ങിയ ഗ്രൂപ്പുകളെയും അവരുടെ അനുബന്ധ സംഘടനകളെയൊക്കെ പരിപോഷിപ്പിക്കുന്ന ഇത്തരം വ്യക്തികളുടെ ഒരു ആശയങ്ങളാണ്. അപ്പോൾ എങ്ങനെ ഈ വ്യക്തികളെ ഇവർക്ക് ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എന്ന് പറയുന്ന സമരത്തിൽ എങ്ങനെ ഈ വ്യക്തികളെ ഇവർക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ സാധിച്ചു, മഹത്വവൽക്കരിക്കാൻ സാധിച്ചു? അതിൻ്റെ പിന്നിലെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ഘട്ടം അവസാനിപ്പിക്കാൻ, ഈ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ അവിടെ രസകരമായിട്ടുള്ളൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് എൻ്റെ ക്രിസ്തു ഈ സമരത്തിനൊപ്പമാണ് എന്ന് ജിൻഡോ ജോൺ പറയുകയുണ്ടായി. ഏതടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമല്ല. അതായത് ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള കാഫറുകളെ ഇല്ലാതാക്കി ഇവിടെ ഒരു ശരീഅത്ത് നിയമം സ്ഥാപിച്ച് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരുന്ന യഹിയ സിൻവാറിനെ പോലെ ഉള്ളവരുടെ പ്ലക്കാർഡുകൾ മുമ്പിലുണ്ട്, അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. ആ പ്ലക്കാർഡുകളെ നോക്കിയിട്ടാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ക്രിസ്തു ഈ സമരത്തിനൊപ്പമാണ് എന്ന് പറയുന്നത്. ഏത് ചേതോവികാരമാണ് അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച രണ്ട് വ്യക്തികളുടെയും ലക്ഷ്യം ഇവിടെയുള്ള കാഫറുകളെ ഇല്ലാതാക്കി ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ഇസ്ലാമിതര മതസ്ഥരെ ഇല്ലാതാക്കി ഇവിടെ ശരീഅത്ത് നിയമം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ആ പ്ലക്കാർഡുകളാണ് ആ സമരത്തിൽ ഉയർത്തിപ്പിടിച്ചത്. ആ സമരത്തെ നോക്കി എന്തുകൊണ്ട്, എങ്ങനെ ആ വ്യക്തിക്ക്, ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ആ വ്യക്തിക്ക് ഇത് പറയാൻ സാധിച്ചു എന്നത് നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ റോബിൻ, ഇത് തുടർച്ചയായി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇക്കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ നിലപാട് ഇതിൽ തന്നെ നമുക്ക് ഈ വഖഫ് ഭേദഗതി ബില്ല് അതിനെപ്പറ്റി കൂടി ചർച്ച ചെയ്യാൻ റോബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒരു 2-3 ആഴ്ച മുമ്പാണ് നമ്മൾ തൃത്താലയിൽ നടന്ന സംഭവം നമ്മൾ ചർച്ച ചെയ്തത്. അതിനു മുമ്പ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ പരിപാടിയിൽ തന്നെയാണ് ഈ ഹമാസിൻ്റെ ഒരു ഭീകര നേതാവ് ഓൺലൈനായിട്ട് വന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇസ്ലാമിക ഭീകര നേതാക്കൾക്ക് കേരളത്തിൽ ഒരു വീരോചിതമായിട്ടുള്ള പരിവേഷം ലഭിക്കുന്നു. ആ പരിവേഷം ലഭിക്കുവാൻ ചില പ്രക്ഷോഭങ്ങളെ ഇവർ മറയാക്കുന്നു. അതിൽ നിന്ന് വ്യക്തമല്ലേ ഇവരുടെ അജണ്ട എന്താണ് എന്നുള്ളത്? ഒന്ന്, ഈ വഖഫ് ഭേദഗതി ഈ മുനമ്പത്തെക്കുറിച്ച് ഇവിടുത്തെ ഉള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ
വഖഫിൽ പരമാവധി ഇതിനെ ഒതുക്കി നിർത്തുക, ഈ മുനമ്പത്തിൽ ഈ വഖഫിന്റെ കാര്യം പരമാവധി ഒതുക്കി നിർത്താൻ ശ്രമിച്ചതിൽ തന്നെ വളരെ വലിയൊരു ചതിയുണ്ട്. എന്ന് വെച്ചാൽ ഇതുപോലുള്ള വലിയ ഒരു നെറ്റ്വർക്ക് ഇവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായിട്ട് ആദ്യം മുതലേ നടത്തിയ ഒരു ചതിയായിരുന്നു ഈ മുനമ്പത്ത് മാത്രം ഇതിനെ ഒതുക്കി നിർത്തുക എന്നുള്ളത്. കാരണം ഈ ജമായത്തെ ഇസ്ലാമിയെ തന്നെ ആദ്യം എടുത്ത് നമുക്ക് അനലൈസ് ചെയ്യാം. ഈ ജമായത്തെ ഇസ്ലാമിയുടെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുഖം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ജമായത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഇവിടെ സെക്യുലറിസം വിളമ്പുന്നുണ്ട് എങ്കിലും ജമായത്തെ ഇസ്ലാമി എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ആ തീവ്രവാദത്തിന്റെ ജമായത്തെ ഇസ്ലാമിയുടെ മനസ്സിൽ കിടക്കുന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് അവരറിയാതെ പുറത്തു വരുന്നതിൻ്റെ കാരണം അങ്ങ് തിളച്ചു മറിഞ്ഞ് അത് ഇറങ്ങിക്കഴിയുമ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ആ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നതിൻ്റെ ചിത്രമാണ് പ്ലാക്കാർഡായിട്ട് ഉയർത്തിപ്പിടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടി ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ മുസ്ലിം ബ്രദർഹുഡ് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. ഈ മുസ്ലിം ബ്രദർഹുഡ് ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അമ്മ എന്നാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് അറിയപ്പെടുന്നത്. ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അമ്മ എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ച കാര്യമല്ല. അമേരിക്കൻ ഇന്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തി ഇവിടെ നടക്കുന്ന ഈ ആഗോള തലത്തിൽ നടക്കുന്ന എല്ലാ തീവ്രവാദത്തിനും ഇവരുടെ ഫണ്ടിങ്ങും ഇവരുടെ ഭൗതികമായിട്ടുള്ള ഇവരുടെ പ്രൊമോഷനും കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മളല്ല പറഞ്ഞത്. അമേരിക്കൻ ഇന്റലിജൻസ് അടക്കമുള്ള ആളുകൾ കൃത്യമായ അന്വേഷണം നടത്തി തെളിയിച്ച് അവർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ അടക്കമുള്ള അതിനോട് ചുവട് പിടിച്ച് പിന്നീട് കിളിർത്തു വന്ന പ്രസ്ഥാനങ്ങളുടെയും അതിന്റെ തലപ്പത്ത് നിൽക്കുന്നവരുടെയും ഒക്കെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് ഇതുപോലെ ഇന്ത്യയിൽ നടന്ന വഖഫിനെതിരെയുള്ള ഒരു സമരം നടത്തണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ നമ്മുടെ ചില ആളുകൾ, ചില പാർട്ടി അടിമകളെ പോലെ ജീവിക്കുന്ന ആളുകൾ ഇത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമും മറ്റേ ആഗോള തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമും ഒക്കെ വ്യത്യസ്തമാണ്, ഇത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണ്, ഇവിടെ നമ്മൾ ഈ വിഘടനം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വളരെ പൊള്ളയായിട്ടുള്ള ചില വാദഗതികൾക്ക് എതിരെയുള്ള കൃത്യമായ തെളിവാണ് ഇത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ കോൺഗ്രസിനെയും ഈ ഇടതുപക്ഷത്തെയും കൂടെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ എടുക്കുക, അവരുടെ ഐഡിയോളജി എന്താണ്? വളരെ കൃത്യമാണ്. അമേരിക്കയിലെ ഡെമോക്രാറ്റിക്, അതുപോലെ തന്നെ ഫ്രാൻസിലെ ഇമ്മാനുവൽ മക്രോണ്, അതുപോലെ തന്നെ ജർമ്മനിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ, അതുപോലെ തന്നെ ബ്രിട്ടനിലെ കൺസർവേറ്റീവുകൾ, കൃത്യമായിട്ട് ഇവരുടെ ഗണത്തിൽപ്പെടുന്നതാണ് ഇവിടുത്തെ കോൺഗ്രസ്. അതാദ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്, ഇവരുടെ ഐഡിയോളജി എന്താണോ അത് പിന്തുടരുന്നവരാണ് കോൺഗ്രസ്. അവരുടെ പ്രകടന പത്രികയിൽ അത് കൃത്യമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ തെളിവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിച്ച രാജ്യത്ത് എന്താണ് സംഭവിച്ചത്? കൃത്യമായിട്ട് അവിടെ ഹമാസിനെ അനുകൂലിക്കുന്ന, അതുപോലെ തന്നെ പലസ്തീനിൻ്റെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരു അപ്രൈസിങ് ഈ ഹമാസ് ഇസ്രായേലിൻ്റെ ആക്രമണം നടന്ന സമയത്ത് ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ടായി. ആ രാജ്യങ്ങളിൽ ഉണ്ടാകാൻ കാരണം ഇവരുടെ ഐഡിയോളജിയും ഈ കോൺഗ്രസിന്റെ ഐഡിയോളജിയും ഒന്നാണ്, വളരെ കൃത്യമാണത്. അങ്ങനെയാണ് ഇവിടുത്തെ കോൺഗ്രസിനെ നമ്മൾ മനസ്സിലാക്കുക. ഈ വഖഫിനെതിരെ കോൺഗ്രസ് എതിർക്കുമ്പോൾ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരെ കൃത്യമായി കോൺഗ്രസ് ഇപ്പോൾ KCBC അടക്കം പറഞ്ഞിട്ട് വഖഫിനെ അനുകൂലിക്കാതെ കോൺഗ്രസ് കൃത്യമായി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളെ അനുകൂലിച്ചപ്പോൾ വഖഫ് ബില്ലിനെ എതിർത്ത് പാർലമെന്റിൽ നിന്നപ്പോൾ അത് ഇങ്ങനെയുള്ളൊരു പാറ്റേണിൽ നിന്നുണ്ടായതാണ്, അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു സാധനമല്ല. കാരണം അവരുടെ സ്വഭാവം അതാണ്. ഇനി ഇടതുപക്ഷത്തെ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇത് കൃത്യമായിട്ട് നമുക്ക് ബ്രിട്ടനിലെ കീർ സ്റ്റാർമർ ഗവൺമെന്റിനെ എടുക്കാം. കീർ സ്റ്റാർമർ ഗവൺമെന്റിന്റെ എല്ലാ പോളിസികളും കൃത്യമായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അനുകൂലിക്കുന്ന രീതിയിലാണ് പോകുന്നത്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറച്ച് ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ, കുറച്ച് മൈഗ്രേഷനെതിരെയൊക്കെ കുറച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും, ഫാർ റൈറ്റുകൾ ഉയർന്നു വരാൻ നടത്തുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ അതേ സ്വഭാവമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ രണ്ട് പാർട്ടികളുടെയും കേരളത്തിലെ ഈ സ്വഭാവം കോൺഗ്രസും വലതുപക്ഷവും ഇടതുപക്ഷവും ഒരേപോലെ പിന്തുടരുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അതിദയനീയമായ വിധേയത്വമാണ് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ജിൻഡോ ജോണിനെ അടക്കം പറഞ്ഞു എന്ന് വെച്ചാൽ സ്വന്തം സമുദായത്തെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിറ്റ് ജീവിക്കുന്ന ക്രൈസ്തവ നാമധാരികളായ കുറച്ച് ആളുകൾക്ക് മാത്രമേ
ഇതുപോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഈ കപട ചിന്താഗതികളെയും കപട പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇവരുടെ സ്വഭാവം മനസ്സിലായി. ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷം എന്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. ഒരുപാട് കാലങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ഉണ്ടായതാണ്. അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാതായത്. ഇനി മറ്റൊരു കാര്യം നോക്കുക. ഈ ആഗോള, ഇപ്പം നേരത്തെ പറഞ്ഞു, കാഫിറുകളെ ലോകം മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായി കാഫിറുകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉന്നമിടുന്നത് എന്നുള്ളത്. ആലോചിച്ച് നോക്കുക, ഇവിടെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ വെട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ പാർലമെന്റിൽ തന്നെ പറയുകയുണ്ടായി, 34 ലക്ഷം ഏക്കറാണ് ക്ലെയിം കിടക്കുന്നത്. ക്ലെയിം ചെയ്തേക്ക് 34 ലക്ഷം ഏക്കറാണ്. അത് പിടിച്ചെടുത്തേക്കെന്നാണ് 9 ലക്ഷത്തി സംതിങ് ഏക്കറിന്റെ കണക്ക് എന്ന് പറയുന്നത്. അത്രത്തോളം എന്ന് വെച്ചാൽ 2047 ഇന്ത്യയെ എങ്ങനെ മാറ്റുമെന്ന് PFI പറഞ്ഞോ അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇത്രയും ലാൻഡ് ക്ലെയിം ചെയ്ത് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെയാണ് കേന്ദ്ര സർക്കാർ വെട്ടിയത്. ആ വെട്ടുന്നതിന് നിദാനമായത് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ബോർഡ് ഏത് രീതിയിലുള്ള അനീതിയാണ് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയത് മുനമ്പമാണ്. മുനമ്പത്തെ അങ്ങനെ ചെറുതായിട്ട് നമ്മൾ കാണരുത്. കാരണം വഖഫ് ബോർഡിന്റെ അനീതിയുടെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് മുനമ്പം എന്ന് പറയുന്നത്. ആ അനീതിയുടെ ഒരു കൂട്ടത്തെയാണ് കേന്ദ്ര സർക്കാർ വെട്ടിയത്. ആ കേന്ദ്ര സർക്കാർ വെട്ടിയ ആ അനീതിക്കെതിരെയാണ് ഇവിടുത്തെ കോൺഗ്രസും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ എതിർത്ത് നിൽക്കുന്നത്. എന്നിട്ടാണ് ഇവിടുത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗങ്ങളോട് പറയുന്നത്, ഞങ്ങൾ ഈ കേന്ദ്ര സർക്കാർ ഇനി അടുത്തത് നിങ്ങൾക്കെതിരെയായിരിക്കും തിരിയുന്നത്, ഞങ്ങളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ആ എക്കോസിസ്റ്റം ഇവർ ആർക്ക് വേണ്ടി സൃഷ്ടിച്ചെടുക്കുന്നു? ഇവർ സൃഷ്ടിച്ചെടുക്കുന്നത് ഇതുപോലെ എൻഹിയ സിൻവാർ അടക്കം ഇതുപോലത്തെ ഈ മുസ്ലിം ബ്രദർഹുഡ് അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഭൗതികത മുഴുവൻ സ്വീകരിച്ച് ഇവിടെ നിലകൊള്ളുന്ന ജമായത്തെ ഇസ്ലാമി എന്ന, അതുപോലെ തന്നെ സോളിഡാരിറ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്, സംഘടനകൾക്ക് വേണ്ടിയാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ നിലകൊള്ളുന്നത്. ഇവരെ എങ്ങനെ ക്രൈസ്തവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ അടിമകളായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പോലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും ഏറ്റവും കൂടുതൽ സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ക്രൈസ്തവ സമുദായത്തിന് ഇതുപോലുള്ള ഇതുപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇവരുടെ ഒരു നിലപാടും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമാണ് റോബിൻ പറഞ്ഞത്. അരുൺ, നമുക്കറിയാം ഇപ്പോൾ ഈ മുൻപത്തെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ രാജ്യത്തെമ്പാടെ ഏകദേശം 40,000-ഓളം ഒരു നിയമ പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ചില കണക്കുകൾ പറയുന്നത് അതിൽ തന്നെ ഒരു 14,000-നും 15,000-നും ഇടയിൽ അതിൽ ഇരകളായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ വാദികളായിട്ട് നിൽക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിൽ പെട്ടവർ തന്നെയാണ്. മാത്രമല്ല ഈ സമാനമായിട്ടുള്ള രീതിയിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഇപ്പോൾ മുസ്ലിം സംഘടനകൾ തെരുവിലിറങ്ങുന്നു, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സുപ്രീം കോടതിയിൽ പോകുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോഴും ഇവർ ഉന്നയിച്ചിരുന്നു. ആ നിയമം പ്രാബല്യത്തിൽ വന്ന് ഇന്നേ വരെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു മുസ്ലിം മതവിശ്വാസിക്കും ഈ രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെ. ഇപ്പോൾ അവരതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇനി മുത്തലാഖ് നിയമം വന്നപ്പോഴും പ്രതിഷേധമുയർത്തി. അതും മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ടവരെ ബാധിച്ചിട്ടില്ല. ഇനി ഈ ബില്ലിൻ്റെയും അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൻ്റെയും ഭാവി എന്താണ് എന്നത് 2 വർഷം കഴിയുമ്പോൾ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത് ബില്ലിൽ കൃത്യമായി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അരുൺ, നിലവിലെ നിയമത്തിൻ്റെ അപാകതകൾ, അതിൻ്റെ ഒരു അഴിമതിക്കുള്ള സാധ്യതകൾ, ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ നേരിടുന്ന ചില വിവേചനങ്ങൾ, അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം ഈ ബില്ലിലുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങുന്നത്? തീർച്ചയായിട്ടും പിന്നെ ഒപ്പം തന്നെ നമ്മളൊരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്, മുനമ്പം വിഷയത്തിനും ഇത് പരിഹാരമാകില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്നലെ അത്തരത്തിലുള്ള ചില സൂചനകൾ, ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്? ജോർജ് സൂചിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് ഈ ആർട്ടിക്കിൾ 370 അത് റദ്ദാക്കിയതിന് ശേഷം എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്? എന്താണ് ഇവർ പ്രചരിപ്പിച്ചത്? ഇന്ന് കേരളത്തിന് പോലും എത്രയോ പേരാണ് ഈ കാശ്മീരിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. എന്താണ് ആർട്ടിക്കിൾ 370 മാറ്റിക്കൊണ്ട് ഉണ്ടായ ദോഷം? ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു ദോഷവും കാശ്മീരിന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല,
ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ സൈനികരുടെ ഒരുപാട് ജീവൻ രക്ഷിക്കാനായി ഇപ്പോൾ ഇതാ അവിടെ BJP ഗവൺമെൻറ്റിലല്ലോ ഭരിക്കുന്നത്, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ തന്നെ CAA വന്നപ്പോൾ എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു. ക്രൈസ്തവ സംഘടനകൾ പോലും ഈ CAA ഇവർ പറഞ്ഞു പറ്റിയ തെറ്റിദ്ധാരണകളെ ക്രൈസ്തവർക്ക് പോലും ഏറ്റെടുക്കേണ്ടി വന്നു. അതിനുശേഷം ക്രൈസ്തവരും CAAക്കെതിരെ, അതായത് ക്രൈസ്തവ സമൂഹത്തിന് മറ്റു രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് പോലും ഗുണകരമായ ഒരു ബില്ലിനെ എതിരെ തിരിയാനായിട്ട് ക്രൈസ്തവർ ഇവർ പ്രേരിപ്പിച്ചു. ഇതേ ടെക്നിക്ക് തന്നെയാണ് വഖഫിൻ്റെ കാര്യത്തിലും ഇവർ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷേ വഖഫിൽ സഭ സത്യം തിരിച്ചറിഞ്ഞു. സഭ മുനമ്പംകാർക്ക് വേണ്ടി മാത്രമൊന്നല്ല സഭ നിലപാട് പറഞ്ഞത്. സഭയ്ക്ക് കരുണയുടെയും നീതിയുടെയും ഒരു മുഖം കൂടിയുണ്ട്. കരുണയില്ലാതെ വഖഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സഭയുടെ കൺമുമ്പിലുണ്ട്. നീതി നിഷേധിക്കപ്പെട്ട അനേകരുടെ നിലവിളി, മുൻപത്തേതടക്കമുള്ള നിലവിളി സഭയുടെ മുമ്പിലുണ്ട്. അവിടെ സഭ എന്ത് നിലപാടെടുക്കണം? അവിടെ ഞങ്ങളും ന്യൂനപക്ഷം, നിങ്ങളും ന്യൂനപക്ഷം, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നീതി എന്താണെന്ന് നോക്കണ്ടേ? അത് മാത്രമേ സഭ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരിലാണ് സഭയെ ഇപ്പോൾ ഇവർ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു പഴയ വഖഫ് നിയമത്തിന്റെ പോരായ്മകൾ? അതിനെ പോരായ്മകൾ എന്ന് വാക്കുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു കിരാതം, സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞിരുന്ന പോലെ പറഞ്ഞ് ഒരു കിരാത നിയമം, ഒരു ഡ്രാക്കോണിയൻ നിയമം, ഒരു വിധത്തിലും ഒരു ജനാധിപത്യ രാജ്യത്തിൽ കാണാൻ സാധിക്കാത്ത നിയമം, ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ പോലും കാണാൻ സാധിക്കാത്ത നിയമം, ഭീകര മുസ്ലിം രാഷ്ട്രങ്ങളിൽ മാത്രം കാണപ്പെടാവുന്ന രീതിയിലുള്ള ഒരു ഒറ്റ നിയമമാണ് ഈ വഖഫ് നിയമമായിരുന്നത്. ആ നിയമത്തിന് എത്രയേറെ പോരായ്മകളുണ്ടായിരുന്നു. വഖഫിന് തോന്നി കഴിഞ്ഞാൽ ആ ഭൂമി പിടിച്ചെടുക്കാമെന്ന്. വഖഫ് ബൈ യൂസ്, മുസ്ലിമുകളെ ഏതെങ്കിലും പർപ്പസിന് നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ സ്ഥലം മുഴുവൻ വഖഫിൻ്റേതാകുമെന്നുള്ള നിയമം. അതുപോലെ തന്നെ വൺസ് വഖഫ് ഓൾവേസ് വഖഫ്, ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, ഇന്ത്യയുടെ ചതുരശ്ര കിലോമീറ്റർ ഒന്നും കൂടാൻ പോകുന്നില്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ ഈ നിയമം മൂലം എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ ഇത്ര ശതമാനം ഇപ്പോൾ ഒരു കൂട്ടരുടെ കയ്യിലാണെങ്കിൽ പിന്നീട് അത് ഒരിക്കലും കുറയില്ല. അത് വൺസ് വഖഫ് ഈസ് ഓൾവേസ് വഖഫ്. പിന്നെ അടുത്ത നടപടി എന്തായിരിക്കും? ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി ഇന്ത്യയുടെ പിടിച്ചെടുത്ത് ഇവർ വരും. അപ്പോൾ ഇങ്ങനെ കടുത്ത നിയമങ്ങൾ, ഈ കടുത്ത നിയമങ്ങൾക്ക് വിധേയരാകുന്നവർക്ക് ഇന്ത്യയുടെ സിവിൽ കോടതിയെ പോലും സമീപിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കഠിനമായൊരു നിയമം ഇന്ത്യ എന്ന മഹാരാജ്യത്തുണ്ടായിട്ട് ഇവർക്ക് ആർക്കെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടു, ഈ വഖഫ് ഭേദഗതി നിയമം ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നിയമം എന്തായിരുന്നു? ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതും മുസ്ലിം ഇതര മതസ്ഥർക്ക് ഏറ്റവും സൗഭാഗ്യം നൽകുന്ന ഒരു നിയമമായിരുന്നോ ഉണ്ടായിരുന്നത്? അപ്പോൾ നിലവിലുണ്ടായിരുന്ന നിയമത്തിന് എന്തൊക്കെയോ കുറവുകളുണ്ടായിരുന്നു. ഈ കുറവുകൾ നികത്തിയപ്പോൾ ഒരുപക്ഷെ 2-3 ക്ലോസുകളൊക്കെ ചിലപ്പോൾ BJPയുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളും കൂടിയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പോലും നിലവിലെ നിയമം തെറ്റായിരുന്നു, അല്ലെങ്കിൽ നിലവിലെ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിരുന്നു എന്ന് പറയാൻ ഇവരുടെ ആരുടെ നാവ് പൊങ്ങി? ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. നിലവിലുള്ള നിയമത്തിന്റെ കുഴപ്പങ്ങൾ ഇവർ എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ഇവർ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഭേദഗതി നിയമത്തിലെ 2-3 ക്ലോസുകളിൽ ഇവർക്ക് പരാതി ഉണ്ടെങ്കിലേ അതിൻ്റെ ഒപ്പം സഭ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഈ വഖഫ് നിയമം പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഹൈബി ഈഡൻ പറഞ്ഞ ചില വാക്കുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതായത് വഖഫ് നിയമത്തിന് മുൻകാല പ്രാബല്യം ഇല്ലാത്തതിനാൽ ഇതുകൊണ്ട് മുൻപൻ ജനതയുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും ഉണ്ടാവില്ല. വളരെ സന്തോഷത്തോടുകൂടിയാണ് അവർ ആ വിഷയം അവതരിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു അവരുടെ മനസ്സിലെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് പറയുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ 2A മുൻപൻ ജനതയ്ക്ക് വരാൻ പോകുന്ന ആ നന്മയെ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം വഖഫ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ 2A മുൻപൻ ജനതയ്ക്ക് ഒരു കാരണവശാലും ഈ വഖഫ് കുരുക്കിൽ നിന്ന് ഊരിപ്പോരാൻ പാടില്ല. അതാണ് അവരുടെ രാഷ്ട്രീയ നിലപാട്. ആ നിലപാട് വെച്ചാണ് ഇവർ ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിരെ കേസിന് പോയിരിക്കുന്നത്, സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുരുക്കുകൾ അഴിക്കുന്ന നേരത്ത് ഇത് വെച്ച് നീട്ടി മാക്സിമം ഇതിന്റെ പരമാവധി ആ മുൻപൻ ജനതയെ വലയ്ക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലുള്ളത്. സെക്ഷൻ 2A ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജോഷിയച്ചൻ അതിന്റെ ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് കൊടുത്തിരുന്നു. ഏതെങ്കിലും കോടതി വിധി, ഡിക്രി ഉത്തരവ് എന്നിവ നിലവിലുണ്ടായാൽ പോലും ഈ നിയമം വരുന്നതിന് മുൻപോ ശേഷമോ നിയമാനുസരണം രജിസ്റ്റർ ചെയ്യപ്പെട്ട ട്രസ്റ്റുകൾക്കോ അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും, അതേപോലെ തന്നെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ധർമ്മസ്ഥാപനങ്ങൾക്കോ ഒരു മുസ്ലിം നൽകുന്ന സമർപ്പണത്തിന് അതിൻ്റെ ഉദ്ദേശം വഖഫിലേതുപോലെ ആയിരുന്നാൽ പോലും വഖഫ് നിയമം ബാധകമായിരിക്കുന്നതല്ല. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു മുസ്ലിം ഒരു ട്രസ്റ്റിനെ കൈമാറുന്ന ഭൂമി അത് ഏത് ഉദ്ദേശത്താൽ ആണെങ്കിലും അത് ട്രസ്റ്റിനാണ് കൈമാറുന്നതെങ്കിൽ അത് നിലവിലെ വഖഫ് നിയമത്തിന്റെ പരിധിയിൽ വരികയില്ല.
അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സിവിൽ നിയമത്തിന്റെ കീഴിലേക്ക് വരും. സിവിൽ നിയമത്തിന്റെ കീഴിലാണെങ്കിൽ ഇപ്പോൾ മുനമ്പം വിഷയത്തിലെ കേസ് കൊടുക്കേണ്ട സമയങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയി. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ BJP അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ക്ലോസ്, അവർ അജ്മീർ ദർഗയ്ക്ക് വേണ്ടിയാണ് ഈ ക്ലോസ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഈ ക്ലോസ് മൂലം മുനമ്പം ജനത രക്ഷപ്പെടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ മുഖ്യമന്ത്രിക്കും ഈ ഹൈബിയുടെനും വായിച്ചു നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അവരത് വായിക്കാൻ തയ്യാറല്ല. അതിനെക്കുറിച്ച് എങ്ങനെയാണ് മുനമ്പംകാർക്ക് അവർക്ക് നീതി ലഭിക്കില്ല എന്നിവർ പറയുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറാവണം. ഇവർ മുനമ്പംകാർക്ക് നീതി ലഭിക്കില്ല എന്ന് പറയുകയും നിയമത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറാകാതെ വരികയും ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സാണ് ഇവർ പറയുന്നത് മുനമ്പംകാർക്ക് ഞങ്ങൾ നീതി കൊടുക്കില്ല എന്നുള്ളത് ഇവരുടെ മനസ്സാണ്. അതല്ലെങ്കിൽ അവർ ഈ ക്ലോസ് വെച്ചിട്ട് തന്നെ ഇവർ സംസാരിക്കണം. ഈ ക്ലോസിൽ നിങ്ങൾ പറയുന്നതല്ല ശരി, ഇന്ന പ്രശ്നം കൊണ്ട് മുനമ്പംകാർക്ക് നീതി ലഭിക്കില്ല എന്ന് വ്യാഖ്യാനിച്ച് പറയാൻ അവർക്ക് കഴിയണം. അത് കറക്റ്റാണ്. ലാസ്റ്റായിട്ടൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പറയാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ KCBC ഉൾപ്പെടെ CBC ഉൾപ്പെടെ ഈ വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് അതിൻ്റെ അകത്തുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആ ഭേദഗതികൾക്ക് MP-മാർ വോട്ട് ചെയ്യണം എന്ന കൃത്യമായിട്ടുള്ളൊരു ആഹ്വാനം നൽകുകയുണ്ടായി. അത്തരം കാര്യങ്ങൾ നാം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ആ ചൂണ്ടിക്കാണിക്കുന്ന വിഷയത്തെ അല്ല ഇവർ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു തെങ്ങിനോട് ചേർത്ത് കെട്ടിയ ഒരു പശുവിനെ കാണാണ്ട് പോയി, അത് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആ പശുവിനെ കെട്ടിയ കയറിനെ കുറിച്ച് ഇവർ പറയും, ആ തെങ്ങിനെ കുറിച്ച് പറയും, ആ തെങ്ങിൽ തേങ്ങയിടാൻ കയറിയ ചേട്ടനെ കുറിച്ച് പറയും, പക്ഷേ പശുവിനെ കുറിച്ച് പറയത്തില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത്. ഈ വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ചർച്ച് ബില്ല്, ഇപ്പോൾ പാമ്പളാനി പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ചർച്ച് ബില്ല് വരട്ടെ, അത് അവിഹിതമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചവർക്കാണ് ചർച്ച് ബില്ലിനെ ഭയക്കേണ്ടതുള്ളത്. കത്തോലിക്ക സഭയ്ക്ക് ആ ഒരു ഭയമില്ല. ചർച്ച് ബില്ല് വരുവാണെങ്കിൽ വരട്ടെ, ഒരു കുഴപ്പമില്ലാന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇനി അത് പറയുമ്പോൾ ജബൽപൂർ ആ ഒരു വിഷയം എടുത്തു കാണിക്കുന്നു, ഒഡീഷയിലുണ്ടായ സംഭവം എടുത്തു കാണിക്കുന്നു. ആ വിഷയത്തെയൊക്കെ കൃത്യമായി സഭ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കൃത്യമായ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രസ്താവനകളിലൂടെ ഒരു പ്രതിഷേധത്തിലൂടെ സഭ ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. വഖഫിനെ കുറിച്ച് പറയുമ്പോൾ ചർച്ച് ബില്ലിനെ കുറിച്ച് പറയുന്നു, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു, പക്ഷേ വഖഫ് ഉയർത്തുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല. മറ്റൊരു കാര്യം കൂടി, ഈ ഇന്നലെ നടന്ന ആ പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഒരു തത്സമയ ദൃശ്യങ്ങളിലൊക്കെ ക്രൈസ്തവർക്കൊക്കെ വലിയ രീതിയിൽ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത് ക്രൈസ്തവരെയും ബാധിക്കും, ഒരുപക്ഷെ നാളെ ഇത് ക്രൈസ്തവരെയും ബാധിക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വാദോരാതെ ക്രൈസ്തവ പ്രേമമൊക്കെ അവിടെ എങ്ങനെ പുത്തുലയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഈ കൂട്ടർ എന്തുകൊണ്ട് 80-20 വിഷയം ഉണ്ടായപ്പോൾ ഇവരുടെ നിലപാട് എന്തായിരുന്നു? പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രതിരോധത്തിലാവുന്ന ഘട്ടങ്ങളിലൊക്കെ ഇവരുടെ നിലപാട് എന്തായിരുന്നു? ഈ ജോസഫ് ആറ്റിച്ചാലിൽ അച്ഛനെ പൂഞ്ഞാറിൽ ആക്രമിച്ചപ്പോൾ ഇവരുടെ നിലപാട് എന്തായിരുന്നു? പ്രണയക്കണിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉയർത്തിയപ്പോൾ ഇവരുടെ നിലപാട് എന്തായിരുന്നു? പാലാ പിതാവ് ഒരു വിഷയം കൃത്യമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയപ്പോൾ ഇവർ ആരുടെ കൂടെ നിന്നു, ക്രൈസ്തവരോട് ഏത് രീതിയിൽ പ്രതികരിച്ചു എന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ വഖഫ് വിഷയം ഉയർത്തിക്കാട്ടി ഈ കൂട്ടർ കാണിക്കുന്ന ക്രൈസ്തവ പ്രേമത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം ക്രൈസ്തവർ കൃത്യമായിട്ടും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പ്രതികരണങ്ങൾ, വൈദികർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പ്രതികരണങ്ങൾ ക്രൈസ്തവർ കൃത്യമായ ഒരു അവബോധത്തോടു കൂടി തന്നെയാണ്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അകറ്റി നിർത്തേണ്ട സമയത്ത് അല്ലെങ്കിൽ അകറ്റി നിർത്തുക തന്നെ ചെയ്യും. അതിനെതിരെ കൃത്യമായിട്ടുള്ള കൗണ്ടർ മെഷേഴ്സ് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇനി നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ജെന്യുവിനായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അടിസ്ഥാനമുള്ള ക്രൈസ്തവ ആക്രമണങ്ങൾക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടിയും സഭ സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് ചൂണ്ടിക്കാട്ടി അങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന ഒരു മനോഭാവമാണ് പലപ്പോഴും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ചില സംഘടനകളും ഒക്കെ സ്വീകരിക്കുന്നത്. അത് ഇനി ക്രൈസ്തവർ അനുവദിക്കുകയില്ല എന്ന വ്യക്തമായിട്ടുള്ള പല സൂചനകളും നമുക്ക് ലഭിച്ചു വരും. ജോർജ്, ഇവിടെ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് നോർത്ത് ഇന്ത്യയിൽ കാലാകാലങ്ങളായിട്ട് അവിടെ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. അത് വഖഫ് ബില്ല് വരുമ്പോഴോ CAA വരുമ്പോൾ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത്. പക്ഷേ ഈ ക്രൈസ്തവ സ്നേഹമുള്ളവർ ഈ സമയത്ത് മാത്രമാണല്ലോ പറയുന്നത്. അവർക്ക് ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ക്രൈസ്തവർ പീഡിപ്പിക്കുന്ന കാര്യം കാണുന്നുള്ളൂ. ഒരു വഖഫ് ബില്ല് വന്നാൽ മാത്രമേ ഇവർ ക്രൈസ്തവ പീഡനം കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സ് കൃത്യമായിട്ട് ക്രൈസ്തവർക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഇവർക്ക് ക്രൈസ്തവരോട് സ്നേഹമില്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചിട്ടാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് മുമ്പിൽ കീഴടങ്ങിയ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ, അവർക്ക് ക്രൈസ്തവരോട് യാതൊരുവിധ സ്നേഹമോ അനുകമ്പയോ ഇല്ലെന്ന് അവരുടെ പ്രവൃത്തികൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവർ യൂദാസിനെ പോലെ ക്രൈസ്തവരെ ഒറ്റിക്കൊടുക്കുകയാണ്. സ്നേഹം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ അനുയായിയെ പോലെ നടന്ന് ക്രൈസ്തവരുടെ കൂടെയാണ് എന്ന് കാണിച്ച് അവരുടെ ലക്ഷ്യം 30 വെള്ളിക്കാശാണ്. ഒരു 30% വോട്ട് ബാങ്കാണ്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എന്ന പേരിൽ കോഴിക്കോട് സോളിഡാരിറ്റി സംഘടിപ്പിച്ച ആ ഒരു പ്രതിഷേധ പരിപാടി, അതിൽ എങ്ങനെയാണ് ഇന്ത്യയിലുള്ള ഒരു പാസാക്കപ്പെട്ട ഒരു നിയമത്തിനെതിരെ നടന്ന ഒരു പ്രതിഷേധ പരിപാടിയിൽ അതിൽ എങ്ങനെയാണ് ആഗോള ഭീകരതയുടെ തലതൊട്ടപ്പന്മാരായി വിശേഷിപ്പിക്കപ്പെടുന്ന കൊടും ഭീകരരുടെ പ്ലക്കാർഡുകൾ ഉയർന്നത്? അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന പലരുടെയും ഒരു അജണ്ട എന്താണ്, ലക്ഷ്യം എന്താണ് എന്നുള്ളത്.
തീർച്ചയായും ഇത്തരം ഭീകരരുടെ അല്ലെങ്കിൽ അവിടെ ഉയർത്തിക്കാണിച്ച ഭീകരരുടെ യഥാർത്ഥ ലക്ഷ്യം, അവർ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് എന്നത് ചരിത്രം തന്നെ സാക്ഷിയാണ്. ഈ ലോകം മുഴുവൻ ഒരു ശരീഅത്ത് ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചവരുടെ ആ ഒരു ചിത്രം ഉയർത്തിക്കാണിക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെ മറവിൽ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഗൂഢമായിട്ടുള്ള ഒരു അജണ്ട, ലക്ഷ്യം നടപ്പാക്കുക എന്നത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നവർ കാണിക്കുന്ന ക്രൈസ്തവ പ്രേമത്തിൻ്റെ ഒരു കപടത തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ വിവേകത്തോടെയും പക്വതയോടെയും ആർജവത്തോടെയും ചിന്തിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ് ഇവിടുത്തെ സഭാ നേതൃത്വത്തിലുള്ളവർ, ഇവിടുത്തെ ക്രൈസ്തവ സമുദായ അംഗങ്ങൾ. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അതിശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ മറ്റ് പലയിടങ്ങളിലും നടക്കുന്ന ക്രൈസ്തവ അക്രമങ്ങൾക്കെതിരെയും പ്രതികരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ പേരിൽ ഈ കൂട്ടർ ചിലർ കാണിക്കുന്ന ക്രൈസ്തവ പ്രേമത്തിൻ്റെ കപടത, അതും ക്രൈസ്തവർ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൊഴലൂത്ത് നടത്തുന്നവർ ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കുക. കാരണം നിങ്ങൾ ഇവിടെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് ഈ രാജ്യത്തെ മുച്ചൂടും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ആ ഭീകര ശക്തികളെയാണ്, തീവ്രവാദ ശക്തികളെയാണ്. അത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. വോട്ട് ബാങ്കിൻ്റെ ആ ഒരു കണ്ണാടി എടുത്തുമാറ്റി, പ്രീണനത്തിൻ്റെ ഒരു കണ്ണാടി എടുത്തുമാറ്റി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് ഈ കൂട്ടരെ അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.